കവിത എഴുതുന്ന ഒരു ഡോക്ടറാണ് ഇന്ന് ക്ലബ് FM 94.3 നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്ന കേട്ടോ. ഡോക്ടർ RJ മാളവികയാണ്. ഹലോ സുകന്യ. ഡോക്ടർ എന്ന് വിളിക്കണോ, മാളവിക എന്ന് വിളിക്കണോ, RJ എന്ന് വിളിക്കണോ, എന്ത് വിളിക്കണം? മാളവിക എന്ന് വിളിച്ചോളൂ. ആസ് എൻ RJ നമുക്ക് എപ്പോഴും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും ഈ RJ എന്ന് കേൾക്കുമ്പോൾ. മാളവികയുടെ പേരിന് മുന്നേ ഒരു RJ ഉണ്ട്. അതെന്റെ പേരൻസിന്റെ നെയിമിന്റെ ഇനീഷ്യൽ. R for രവീന്ദ്രൻ, J for ജയകുമാരി, അമ്മയുടെ പേര്. സോ RJ മാളവിക വെസ് RJ സുകന്യയാണെന്ന്. ഹൗസ് ഏജൻസി ആണോ PG ആണോ ഇപ്പോ? ഞാനിപ്പോ ഹൗസ് ഏജൻസി കഴിഞ്ഞു, PGക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, ട്രിവാൻഡ്രത്താണ് വീട്. അതെ അതെ. ഇന്ന് മാളവികയുടെ ലൈഫിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഒരു ഡേ ആണ്, റൈറ്റ്? യെസ്, ഒരുപാട് നാളായി കാത്തിരിക്കുന്ന ഒരു ദിവസമാണ്. A day old woes and vices. Yes. Why this name? A day old woes and vices എന്ന് പറഞ്ഞാൽ ഒരു ഇമോഷണൽ റോളർ കോസ്റ്റർ അല്ലേ നമ്മുടെ എവറിഡേ ലൈഫ്. എക്സാക്ട്ലി. അപ്പോ അതെല്ലാം കണ്ടെയ്ൻ ചെയ്യാൻ നോക്കിയ ഒരു ടൈറ്റിലാണ് അത്. ഓക്കെ, ഈ ടൈറ്റിൽ കേൾക്കുമ്പോൾ വിചാരിക്കും എന്താണ് ഇത്? ഇതൊരു ബുക്കാണ്, പക്ഷെ ഈ ബുക്കിൽ അടങ്ങിയിട്ടുള്ളത് എന്താണ് മാളവിക? നമുക്ക് ഓരോരുത്തർക്കും പേഴ്സണൽ ലെവലില് റിലേറ്റ് ചെയ്യാനും കണക്ട് ചെയ്യാനും പറ്റുന്ന ഒരു പിടി പോയംസ് ആണ് അതിലുള്ളത്. വായിക്കുന്നവരാരും ഒരിക്കലും നിരാശരാവില്ല. എല്ലാവർക്കും തീർച്ചയായിട്ടും എൻജോയ് ചെയ്യാൻ പറ്റും. ഇതിൽ ടോട്ടൽ എത്ര പോയംസ് ആണ് ഉള്ളത്? ഇതിൽ 26 പോയംസ് ആണുള്ളത്. ഐ എം ഗോയിങ് ടു ടേൺ 26, അതുകൊണ്ട് 26 പോയംസ് എടുത്ത് സെലക്ട് ചെയ്ത് ചെയ്യാണ്. ഓക്കെ, എന്താണ് ബർത്ത്ഡേ? May 23rd. ഓക്കെ, സോ അഡ്വാൻസ് ബർത്ത്ഡേ വിഷസ്. താങ്ക് യു സുകന്യ. സോ കമ്മിങ് ബാക്ക് ടു എ ഡേ ഓൾഡ് വേഴ്സ് ആൻഡ് വൈസസ്. സ്പാർക്ക് കിട്ടിയത് ജനറൽ ഹോസ്പിറ്റലിലെ 9ാം വാർഡ് എന്നാണ് കേട്ടു, അത് റൈറ്റ് ആണോ? അതെ, അങ്ങനെ പറയാം. അവിടെ കണ്ട ജീവിതങ്ങളിൽ നിന്ന് ശരിക്കും ഒരുപാട് പഠിക്കാനുണ്ട്. പലരും ഈ 9ാം വാർഡിനെ കുറിച്ച് പറഞ്ഞൊക്കെ കേട്ടിട്ടുണ്ട്. ബട്ട് യു ഹാവ് ആക്ച്വലി നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്ത് ആസ് എ ഡോക്ടർ അല്ലേ? ഈ 26 കവിതകളും 9ാം വാർഡ് ബേസ് ചെയ്തിട്ടാണോ, അവിടെ കണ്ട കാഴ്ചകളാണോ? അല്ല, അത് എന്റെ ലൈഫ് എക്സ്പീരിയൻസസിനും വേറെ ആൾക്കാരുടെ ലൈഫ് എക്സ്പീരിയൻസസിനും എല്ലാം ഒരു ഇൻസ്പിറേഷൻ ഡിറൈവ് ചെയ്തെടുത്ത പോയംസ് ആണ്. പക്ഷെ 9ാം വാർഡ് വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു വാർഡാണ്. വേറെ എവിടെയും കേരളത്തിലോ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ബാക്കി എല്ലാ വാർഡുകളിലും പേഷ്യന്റ് കൂടെ ബൈസ്റ്റാൻഡേഴ്സ് ഉണ്ടാവും. പക്ഷെ 9ാം വാർഡ് ബൈസ്റ്റാൻഡേഴ്സ് ഇല്ലാത്തവർക്ക് വേണ്ടി ഉണ്ടാക്കിയ വാർഡാണ്. അശരണരായിട്ടുള്ളവർക്ക് വേണ്ടിയുള്ള വാർഡാണ്. അവർക്ക് ഭക്ഷണം കൊടുക്കാനോ നോക്കാനോ ഒന്നും കൂട്ടിയിരിപ്പുകാരില്ല. ഈ ഒരു വാർഡിൽ വർക്ക് ചെയ്യുമ്പോൾ മാളവികയ്ക്ക് എത്ര വയസ്സായിരുന്നു? അന്ന് I think I was 24. This was part of your posting അല്ലേ? Yes, it was part of my rotation. So 9ാം വാർഡിലേക്ക് കടന്നു ചെന്ന ആ ഒരു മൊമെന്റ് മുതൽ ഇങ്ങനെ ഒരു കവിതയിലേക്ക് വരുമ്പോൾ ഒരു സ്പാർക്ക് അവിടെ നിന്നാണ് കിട്ടിയെന്ന് പറഞ്ഞു. എന്താണ് ശരിക്കും നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ? മോസ്റ്റ് പേഷ്യൻസിനും അവരുടെ പേരോ വീടോ അവർക്ക് എവിടെയാണ് വേദനയെന്നോ മുറിവെന്നോ ഇപ്പൊ സാധാരണ ഒരു രോഗിയോട് നമുക്ക് ചോദിക്കാം എന്ത് പറ്റി, എത്ര ദിവസമായി അസുഖം തുടങ്ങിയിട്ട്, എങ്ങനെയായിരുന്നു. ഇവരോട് നമുക്ക് ചോദിക്കാൻ പറ്റില്ല, കാരണം ഇവർ പറയില്ല, ഓർമ്മയില്ല. ചോദിക്കുന്നതിന്റെ ഉത്തരം ആയിരിക്കില്ല ഇവര് പറയുന്നത്. അപ്പൊ ഇറ്റ്സ് ലൈക്ക് എ പസിൽ. നമ്മൾ അവരെ എക്സാമിൻ ചെയ്യണം, അവർക്ക് എവിടെയാണ് മുറിവ്. അങ്ങനെ നമ്മളുടെ ഒരു എംപതിയിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ശരിക്കും അവർക്ക് കിട്ടാൻ പോകുന്ന ട്രീറ്റ്മെന്റിന്റെ ഒരു ആക്യുറസി എന്ന് പറയുന്നത്. സോ ദാറ്റ് വാസ് ചാലഞ്ചിങ്, അറ്റ് ദ സെയിം ടൈം ദാറ്റ് വാസ് ഓൾസോ വെരി സാറ്റിസ്ഫൈങ്. അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആണ്. എത്ര മാസം ഉണ്ടായിരുന്നു അവിടെ പോസ്റ്റിംഗ്? ആക്ച്വലി ജനറൽ ഹോസ്പിറ്റലിൽ എനിക്ക് 1 year ഉണ്ടായിരുന്നു ഹൗസ് ഏജൻസി. ഇപ്പൊ സാധാരണ സർജറിക്ക് ഒരു വാർഡ്, മെഡിസിൻ ഒരു വാർഡാണല്ലോ. 9ാം വാർഡിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും പേഷ്യൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഏത് പോസ്റ്റിംഗ് ആണെങ്കിലും 9ാം വാർഡിൽ പോകണം. ഓ, ഓക്കെ. അതാണ് അതിന്റെ പ്രത്യേകത. ഒരു വർഷവും ഇവിടെ പോകും. ഈ ഒരു വർഷം കൊണ്ട് മറ്റൊരു വാർഡിൽ നിന്നും പഠിച്ചെടുക്കാൻ പറ്റാത്ത എന്ത് കാര്യമാണ് ആസ് എ ഡോക്ടർ, ആസ് എ ഹ്യൂമൻ ബീങ് 9ാം വാർഡിൽ നിന്നും ഡോക്ടർ മാളവിക പഠിച്ചത്? ഐ തിങ്ക് ആസ് എ ഹ്യൂമൻ ബീങ് ഓൾ ദാറ്റ് മാറ്റേഴ്സ് ഈസ് ആർ കൈൻഡ്നെസ്. സോ വി ലേൺ കൈൻഡ്നെസ് ഫ്രം ദാറ്റ്. നമ്മൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഒരു ഹ്യൂമിലിറ്റി, ഹ്യൂമാനിറ്റേറിയൻ ആസ്പെക്ട്, ആഫ്റ്റർ ഓൾ വാട്ട് ഇസ് ലൈഫ് ഇഫ് നോട്ട് ഫോർ സമൺ എൽസ്. സോ കൈൻഡ്നെസ് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മളെ പഠിപ്പിക്കും. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ഞാൻ അവിടെ വർക്ക് ചെയ്തിരുന്നപ്പോ ഐ ബാഡ്ലി വാണ്ടഡ് ടു ഡു സംതിങ് ഫോർ ദം. എന്നാൽ കഴിയുന്ന എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പൊ ഈ ബുക്ക് വിറ്റ് കിട്ടുന്ന എല്ലാ തുകയും നമ്മൾ വാർഡ് 9ലെ രോഗികൾക്കായിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. ഓ വാവ്. സോ 9ാം വാർഡിൽ നിന്ന് തുടങ്ങിയ സ്പാർക്ക് ആൻഡ് അത് വിറ്റ് കിട്ടുന്ന ആ ബുക്കിന്റെ കാശ് അത് 9ാം വാർഡിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. അതെ അതെ. മാക്സിമം ആൾക്കാരിൽ ബുക്കിനെ പറ്റി എത്തുമ്പോൾ നമുക്ക് അത്രയും നന്നായിട്ട് നമ്മുടെ രോഗികൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും. വെരി ഗുഡ് തോട്ട്. ഇങ്ങനെ ഒരു നോബിൾ ഇനിഷ്യേറ്റീവ് അപ്രീഷിയേറ്റ് ചെയ്ത ക്ലബ് എഫ്എമ്മിനും സുകന്യയ്ക്കും എന്റെ ശരിക്കും ഹാർട്ട് ഫെൽറ്റ് ഗ്രാറ്റിറ്റ്യൂഡ്. മൈ പ്ലഷർ മാളവിക. കേട്ടുകൊണ്ടിരിക്കുന്ന പലർക്കും ഇതൊരു ട്രൂ ഇൻസ്പിറേഷൻ ആണ്. അതെ, നല്ല കാര്യങ്ങൾ കാണാനും അപ്രീഷിയേറ്റ് ചെയ്യാനുള്ള മനസ്സ് അതാണല്ലോ അതിന്റെ മാറ്റം കൂട്ടുന്നത്. നിങ്ങൾ ഇത് റെക്കഗ്നൈസ് ചെയ്തതിൽ ഐ എം സോ ഗ്രേറ്റ്ഫുൾ. ആൻഡ് ഓൾ ദി ബെസ്റ്റ്. ഇന്നാണ് ബുക്ക് റിലീസ് നടക്കുന്നത്. ഇതിന്റെ ഒരു കോപ്പി എനിക്ക് കിട്ടുമായിരിക്കുമല്ലോ അല്ലെ? ഉറപ്പായിട്ടും. ഫ്രീ കോപ്പി അല്ല, കാശ് കൊടുത്ത് മേടിക്കും. അതെ അതെ അതെ, അതാണ് ആ മനസ്സ്, അതാണ് ഞാൻ പറഞ്ഞത്. Thank you so much for being with us on Club of Malvika and thanks for your time. Thank you, Sukanya.
RJ സുകന്യയാണ് കേട്ടുകൊണ്ടിരിക്കുന്നു ക്ലബ് FM 94.3. ഇവിടെ മാത്രമേ ഉള്ളൂ ടൺ കണക്കിന് മ്യൂസിക്, ടൺ കണക്കിന് ഫൺ.